സ്വാമി ശരണം. അയ്യപ്പ ചരിതങ്ങളും ശബരിമല മാഹാത്മ്യവുമായി എത്തുന്ന സ്വാമി സവിധത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വൃശ്ചിക മാസത്തിൻ്റെ വിശുദ്ധിയിൽ വീണ്ടും ഒരു ശബരിമല തീർത്ഥാടന കാലത്തിന് തുടക്കമാവുകയാണ്. വ്രതനിഷ്ഠയോടെ ശരണമന്ത്രങ്ങളോടെ ശബരീശ സന്നിധിയിലെത്തുന്ന ഭക്തകോടികൾക്ക് ഇത് ആത്മശാന്തിയേകുന്ന പുണ്യവേളയാണ്. ജന്മദുരിതങ്ങളും ദുഃഖങ്ങളും അകറ്റുന്ന ദിവ്യൌഷധമാകുന്നു അഖിലാണ്ടകോടി ബ്രഹ്മാണ്ട നായകനായ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം. അയ്യപ്പൻ എന്ന് മനസ്സിലാലോചിച്ചാൽ ആദ്യം ഓർമ്മയിലെത്തുക ശബരിമലയിലെ ശക്തി ചൈതന്യമാണ്. നൈഷ്ഠിക ബ്രഹ്മചാരിയായി കലിയുഗ വരദനായി തെക്കൻ കേരളത്തിലെ കാനന മധ്യത്തിൽ വിളങ്ങുന്ന ആ അനശ്വരമൂർത്തിയെ കഠിനവ്രതത്തിൻ്റെ പിൻബലത്തോടെ കാടും മലയും താണ്ടി ഇരുമുടിക്കെട്ടും തലയിലേറ്റി ഹൃദയത്തിൽ ശരണമന്ത്രവുമായി നഗ്നപാദങ്ങളോടെ വേണം ദർശനം നടത്തുക. അയ്യപ്പൻ്റെ പ്രതിഷ്ഠ പല ക്ഷേത്രങ്ങളിലും പല രൂപത്തിലാണ്. ഭക്തജനങ്ങൾക്ക് ഏറ്റവും പരിചയം ചിന്മുദ്രാങ്കിതൻ്റെയോ പുലിവാഹനൻ്റെയോ ആയിരിക്കും. എന്നാൽ തെക്കൻ കേരളത്തിൽ 5 വ്യത്യസ്ത ക്ഷേത്രങ്ങളിൽ അയ്യപ്പൻ വ്യത്യസ്ത ഭാവങ്ങളിൽ കുടികൊള്ളുന്നു. പരശുരാമൻ പ്രതിഷ്ഠ നിർവഹിച്ചുവെന്ന് വിശ്വസിക്കപ്പെടുന്ന കുളത്തൂപ്പുഴയിൽ ബാല്യം, ആര്യങ്കാവിൽ കൗമാരം, അച്ചൻകോവിലിൽ ഗൃഹസ്ഥൻ, കാന്തമലയിൽ വാനപ്രസ്ഥം, ശബരിമലയിൽ സന്യാസി എന്നീ ഭാവങ്ങളിലാണ് കുടികൊള്ളുന്നത്. ശബരിമല തീർത്ഥാടനത്തിനായി ഒരുങ്ങുമ്പോൾ അനുഭവിക്കേണ്ട കഷ്ടപ്പാടുകൾ അറിയുമ്പോൾ തീരുമാനിക്കും ഇനി ഒരു യാത്രയില്ല എന്ന്. എന്നാൽ ഈ തീരുമാനത്തിന് അല്പായുസ്സേ ഉള്ളൂ. കല്ലും മുള്ളും താണ്ടി 18ാം പടി കയറി സ്വാമി ദർശനം കഴിഞ്ഞ് കൃതകൃത്യത അനുഭവിക്കുമ്പോൾ ഉടനെ തീരുമാനിക്കും അടുത്ത വർഷം എന്തായാലും വരണം അയ്യപ്പ ദർശനത്തിനായി എന്ന്. കഠിനവ്രതത്തിൻ്റെ കരുത്തും അയ്യപ്പസ്വാമിയോടുള്ള അചഞ്ചലമായ ഭക്തിയും കൈമുതലാക്കിയാണ് ഭക്തമനസ്സുകൾ ശബരിമല തീർത്ഥാടനത്തിന് ഒരുങ്ങുന്നത്. ലൗകിക ജീവിതത്തിലെ സുഖഭോഗങ്ങളെല്ലാം വെടിഞ്ഞ് ആത്മീയ സുഗന്ധം നിറഞ്ഞ നവോന്മേഷം കൈവരിച്ചുകൊണ്ടാണ് ഇരുമുടിക്കെട്ടുമേന്തി ഭക്തലക്ഷങ്ങൾ ശബരിമല തീർത്ഥാടനത്തിന് എത്തുന്നത്.
ഭാരതത്തിൻ്റെ ക്ഷേത്ര ഭൂപടത്തിൽ കേരളത്തിൻ്റെ പ്രാമുഖ്യത്തിന് ഒരു കാരണം തെക്കൻ കേരളത്തിലെ ശബരിമല ധർമ്മശാസ്താ ക്ഷേത്രമാണ്. കാനന മധ്യത്തിൽ മലയുടെ മുകളിൽ വിളങ്ങുന്ന ഈ പൊന്നമ്പലം കോടിക്കണക്കിന് ഭക്തജനങ്ങളുടെ ശരണകേന്ദ്രമാണ്. ലോകത്തിൽ ഇത്രയധികം തീർത്ഥാടകർ ചുരുങ്ങിയ ദിവസങ്ങളിൽ ഒരു പുണ്യക്ഷേത്രം സന്ദർശിക്കുന്ന കാര്യം തന്നെ അചിന്ത്യമാണ്. എന്നാൽ ശബരിമലയിൽ അയ്യപ്പ ഭക്തന്മാർ ഒഴുകിയെത്തുകയാണ്. മരം കോച്ചുന്ന തണുപ്പുകാലത്ത് കഠിനവ്രതങ്ങളും ജീവിതചര്യകളും നൽകുന്ന കനത്ത ആവരണവുമായി ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളെ ഈ കാനന ക്ഷേത്ര സന്നിധിയിലേക്ക് നയിക്കുന്ന ചൈതന്യമാണ് ധർമ്മശാസ്താവ്. കലികാല വരദാനമാണ് ഹരിഹരസുതനായ സ്വാമി അയ്യപ്പൻ. സകല ഭൂതസഞ്ചയങ്ങളുടെയും സംരക്ഷകനാണ് ശ്രീഭൂതനാഥൻ. ധർമ്മവർജിതരുടെ ശാസകനാണ് ധർമ്മശാസ്താവ്. സ്വാമി അയ്യപ്പൻ്റെയും ധർമ്മശാസ്താവിൻ്റെയും ചൈതന്യങ്ങളുടെ സമന്വയമാണ് ശബരിമലയിൽ കുടികൊള്ളുന്ന ദിവ്യമൂർത്തി. ധർമ്മത്തെ ശാസിക്കുന്ന ഈ താരക ബ്രഹ്മമൂർത്തി സാധാരണക്കാരുടെ മനസ്സിൽ പൊന്നമ്പലവാസനായ അയ്യപ്പ സ്വാമിയാണ്. മഹിഷിയെ കൊന്ന് ലോകരക്ഷ ചെയ്ത് കൊട്ടാരം വെടിഞ്ഞ് ലോകത്തിൻ്റെ ഹിതത്തിനായി ശബരിമലയിൽ കുടികൊള്ളുകയാണ് ഹരിഹരപുത്രൻ. കലിയുഗവരദന്റെ ജന്മത്തിനും അവതാരോദ്ദേശത്തിനും പുരാണവും ചരിത്രവും വിവിധ നിർവചനങ്ങൾ നൽകുന്നുണ്ട്. തന്നെ മരണത്തിൻ്റെ ഘോരകാനനത്തിലേക്ക് അയച്ച കുടിലതയ്ക്ക് മാപ്പു നൽകുന്ന കരുണാമയൻ, നാടിനെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഘോര വിപത്തിൽ നിന്നും ഒരു ജനതയെ രക്ഷിക്കുവാൻ ഏവരെയും ഒന്നിച്ചു ചേർത്ത് വിജയശ്രീ ലാളിതനായി നാടിൻ്റെ പാരമ്പര്യം കാത്തുസൂക്ഷിച്ച അനശ്വരനായ കാവൽക്കാരൻ, എല്ലാ മതവിഭാഗങ്ങൾക്കും പൂജിച്ചാരാധിക്കുവാൻ അനന്യനായ ഒരു മൂർത്തി. മനുഷ്യനിൽ ജന്മസിദ്ധമായ ദുർവാസനകളെല്ലാം പടിപടിയായി കളഞ്ഞ് ഹൃദയ നൈർമല്യം നേടിയാൽ അയ്യപ്പ ചൈതന്യം അനുഭവിക്കുവാനാകും. സ്വാമി സവിധം ഇന്നിവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ ശബരിമല വിശേഷങ്ങളുമായി അടുത്ത അധ്യായത്തിൽ കാണാം.